എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോണത്. എനിക്കിപ്പം ഒരു 22 വയസ്സായിരുന്നു. ഇപ്പം ഞാൻ ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇരുന്ന് മടുക്കുമ്പോൾ കുറച്ച് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ കണ്ട് സ്വന്തമായിട്ട് പരിപാടി ഒപ്പിക്കലായിരുന്നു എൻ്റെ ഒരു സമാധാനം. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് വീട്ടിൽ ആരും ഉണ്ടാകില്ല. അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. എൻ്റെ വീടിൻ്റെ അയലത്തെ വീട്ടിൽ ഒരു ചേച്ചിയുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. ചേച്ചിക്ക് 35 വയസ്സുണ്ട്. ചേച്ചിയെ കാണാൻ വെളുത്ത് തടിച്ച ശരീരമാണ്. രമ എന്നാണ് പേര്. ചേച്ചിക്ക് 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. ഒരാൾ 6ലും ഒരാൾ 7ലും പഠിക്കുന്നു. ചേച്ചി എന്നോട് നല്ല കൂട്ടാണ്. ഇനി ഞാൻ സംഭവത്തിലേക്ക് വരെ. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ കൈപ്പണി തുടങ്ങിയിരുന്നു. വാതിലടച്ച് നല്ല മൂഡിൽ ആയിരുന്നു. പെട്ടെന്നായിരുന്നു കോളിംഗ് ബെല്ല് അടിച്ചത്. നാശം, ഏത് പണ്ടാരമാകും ഈ നേരത്ത്? ഞാൻ ശപിച്ചുകൊണ്ട് എൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് എടുത്തിട്ട് ഡോർ തുറന്നു. അയലത്തെ രമചേച്ചി. ഞാനാകെ വിയർത്ത് കുളിച്ചിരുന്നു. രമചേച്ചി പറഞ്ഞു, എന്തു പറ്റിയടാ, വിയർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ചുമ്മാ കിടക്കുകയായിരുന്നു. ചേച്ചി പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് മുളക് പൊടി വേണം, വീട്ടിൽ കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, വാ ചേച്ചി, തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് ചേച്ചിയെ കൊണ്ടുപോയി. ചേച്ചി അകത്തേക്ക് കയറിയ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തറയിൽ കുറച്ച് വെള്ളം മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചവിട്ടി ചേച്ചി വഴുതി വീണു. അയ്യോ അമ്മി, ഞാൻ ആകെ പേടിച്ചു പോയി. ചേച്ചി വേദന കൊണ്ട് കരയാൻ തുടങ്ങി. നടുവെട്ടി വീണത് കൊണ്ട് നല്ലപോലെ വേദന കാണുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം ചേച്ചിയുടെ തോളിൽ പിടിച്ചു ചേച്ചിയെ പൊക്കിയെടുത്ത്. ആ സമയത്ത് ഞാനൊന്നും ആലോചിച്ചില്ലേ, ഞാൻ ചേച്ചിയെ സോഫയിൽ ഇരുത്തി. ചേച്ചി വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞാൻ ചേച്ചിയുടെ പുറത്ത് മുറിഞ്ഞിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ. ചേച്ചി പറയും മുമ്പേ തന്നെ ഞാൻ സാരി മെല്ലെ അങ്ങോട്ട് മാറ്റി. ഷോ, ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. വെളുത്തുരുണ്ട ആലില പോലത്തെ വയറ്. പിന്നെ പുറത്തേക്ക് കയ്യിലിരിക്കുന്ന മാമ്പഴം ചാടാൻ നോക്കി നിൽക്കുന്നു. എൻ്റെ കണ്ണുകളങ്ങ് കത്തി ജ്വലിച്ചു. ചേച്ചി വേദന കൊണ്ട് പറഞ്ഞു, ഡാ വേഗം നോക്കടാ, മുറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഞാൻ പുറത്തു നോക്കുമ്പോൾ മുറിഞ്ഞതൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി നടുവിനല്ലേ വേദന, മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ഒരു തൈലമുണ്ട്, പുരട്ടിയാൽ വേഗം വേദന പോകും. ഞാനൊന്ന് എടുത്തോട്ടെ? ചേച്ചി പറഞ്ഞു, വേഗം എടുക്കടാ, വേദന സഹിക്കാൻ പറ്റുന്നില്ലടാ. ഞാനത് കേട്ടത് വേഗം തൈലം എടുക്കാൻ അകത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ അത് കൊണ്ടും വന്നു. ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചി ഒന്നൊന്ന് മലർന്ന് കിടക്ക്, അപ്പോഴേ പുരട്ടാൻ പറ്റുള്ളൂ. അത് കേട്ട് ചേച്ചി മെല്ലെ മലർന്നു കിടന്നു. ഞാൻ മെല്ലെ ചേച്ചിയുടെ സാരി മെല്ലെ മാറ്റി. ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ചരുവം തൻ്റെ സോഫയിൽ തട്ടി നിൽക്കുന്നതും പിന്നെ പാകത്തിനൊത്ത മാമ്പഴക്കൂട്ടവും എല്ലാം കണ്ട് എന്തോ എൻ്റെ കയ്യിലിരിക്കുന്ന മകുടം അങ്ങ് ഉയർന്നു പൊങ്ങി. ഞാൻ മെല്ലെ ചേച്ചിയെ യുടെ പുറത്ത് തൈലം ഒഴിച്ചു. മെല്ലെ കൈകൾ കൊണ്ട് പതിയെ മസാജ് ചെയ്യും പോലെ തടവാൻ തുടങ്ങി. ചേച്ചിക്ക് ഞാൻ തടവുമ്പോൾ വേദന കുറയും പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കൈകൾ പതിയെ പതിയെ താഴോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി. ചേച്ചി ശരിക്കും പറഞ്ഞാൽ സുഖിച്ചു കിടക്കുന്നു, അനങ്ങുന്നൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ എൻ്റെ കൈ മെല്ലെ ചേച്ചിയുടെ കയ്യിലുണ്ടായിരിക്കുന്ന മാമ്പഴക്കൂട്ടത്തിന് ലക്ഷ്യമാക്കി പോയി. പെട്ടെന്ന് ചേച്ചി ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നത്? മതി, നീ തൈലം പുരട്ടിയത്. എൻ്റെ വേദന കുറഞ്ഞു. ചേച്ചി മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഞാൻ ആകെ മൂടായി. ശരിക്കും പറഞ്ഞാൽ മകുടത്തിന് വെമ്പലായി നിൽക്കുന്നു. എൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. ഞാൻ ചേച്ചിയുടെ കൈകളിൽ പിടിച്ചമർത്തി.
നടുവെട്ടിക്കിടക്കുന്ന ചേച്ചിക്ക് ഇത് ഇരട്ടിപ്രഹരം ആയിരുന്നു. ചേച്ചി കരയാൻ തുടങ്ങി. ഡാ വേദനിക്കുന്നടാ, എഴുന്നേൽക്കടാ. ചേച്ചി എന്നെ തള്ളി മാറ്റാൻ നോക്കി. ഞാൻ വേഗം എഴുന്നേറ്റു. ചേച്ചി എഴുന്നേൽക്കും മുമ്പ് വാതിലടച്ചു, കുറ്റിയിട്ടു. വീണ്ടും ചേച്ചിയുടെ അടുത്തെത്തി. നടുവിനെ കൈവച്ച് ചേച്ചി മെല്ലെ സോഫയിലിരുന്നു. ചേച്ചി പറഞ്ഞു, ഡാ വാതിലെന്തിനാ അടച്ച്? ഞാൻ പോകട്ടെ, നീ തുറക്ക്. ഞാൻ പറഞ്ഞു, പ്ലീസ് ചേച്ചി. ചേച്ചിയെ എങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചിക്ക് കുറച്ച് സമയം സുഖം വന്നില്ലേ? ഞാൻ ചോദിക്കുന്നത് സത്യമല്ലേ? പ്ലീസ് ചേച്ചി, എനിക്ക് ചേച്ചിയെ കുറച്ച് സമയം പ്ലീസ്. ചേച്ചി പറഞ്ഞു, ഡാ നീ എന്താ ഈ പറയുന്നത്? ഇതൊന്നും ശരിയല്ല. എനിക്ക് പോകണം. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചേച്ചിയുടെ അടുത്ത് സോഫയിലിരുന്നു. ചേച്ചിയെ മെല്ലെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ ചേച്ചിയുടെ കൈ പിടിച്ചു. ബലമായി അവിടെ തന്നെ ചേച്ചിയെ വീണ്ടും പിടിച്ചിരുത്തി. ചേച്ചി എന്തോ പറയാൻ വായ തുറക്കും മുമ്പേ ഞാൻ ആ ചോര ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളിലാൽ അമർത്തിയെടുത്തു. ചേച്ചിയുടെ ഇരു കൈകളും ഞാൻ അമർത്തി പിടിച്ചു. ചേച്ചിയുടെ ചുണ്ടുകൾ ഞാൻ മുത്തമിട്ടു തുടങ്ങി. ആദ്യമൊക്കെ എതിർത്ത ചേച്ചിയുടെ എതിർപ്പുകൾ പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ചേച്ചിയുടെ ചോര കിനിയും ചുണ്ടുകൾ എൻ്റെ ചുണ്ടുകളാൽ ഞാൻ ഒപ്പിയെടുത്തു. ഞാൻ ചേച്ചിയുടെ കൈകളിലെ പിടുത്തം മാറ്റി. ചേച്ചിയുടെ ആലിലപ്പോലത്തെ വയറിൻ്റെ ഇരു സൈഡിലും കൈകൾ അമർത്തി മെല്ലെ അമർത്താൻ തുടങ്ങി. ചേച്ചിയുടെ കണ്ണുകൾ അടഞ്ഞുകൊണ്ട് എൻ്റെ അമർത്തലും എല്ലാം ആസ്വദിച്ച് ചേച്ചി പൂർണ്ണമായി വഴങ്ങി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മെല്ലെ വയറിലെ പിടുത്തം മുകളിലേക്ക് കൊണ്ടുവന്നു. ചേച്ചി വെച്ചിരിക്കുന്ന മാമ്പഴക്കൂട്ടം ഞാനങ്ങ് അമർത്തിപ്പിടിച്ചപ്പോൾ അതൊരു പഞ്ഞിക്കെട്ട് പോലെയുള്ള മാമ്പഴക്കൂട്ടമാണെന്ന് ഞാൻ അറിഞ്ഞു.